നായി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് ഒരു നായിനെ വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വളർത്തിയിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ചെറിയ പ്രായത്തിൽ വളർത്തിയിട്ടാകുമ്പം പെട്ടെന്ന് വീട്ടിൽ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അതിനെ കൊടുക്കേണ്ട വന്നു. പിന്നെ അതിന് ഇപ്പോൾ ഒരു ഡോഗ് ഉണ്ടായിട്ട് പിന്നെ അതില്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ ഒരു ഡിപ്രഷൻ മൈൻഡ് പോലെ ആയി. പയ്യെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചറിഞ്ഞാകുമ്പോൾ ഒരു കൊല്ലത്തിന് ശേഷമാണ് ഒരു ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു 4 വയസ്സിലൊരു ഡോഗിനെ കൊണ്ടുവരുന്നു. പിന്നെ അതൊരു 8 വയസ്സ് വരെ വളർത്തി. പിന്നെ അതിൻ്റെ ഒരു പ്രായമാകുമ്പോൾ അത് മരിച്ചുപോയി. പിന്നെ അതിന് ശേഷമാണ് ജർമ്മൻ ഷെപ്പേർഡ് പറഞ്ഞ ബ്രീഡ് കൊണ്ടുവരുന്നത്. അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ് കൊണ്ടുവന്നേരം ഫീമെയിലിനെ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ ആ ബ്രീഡ് ചെയ്ത സമയത്ത് എനിക്ക് അന്നേരം ഒരു വരുമാനം പോലെ ചെറുങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നിയത് ഒരു ചെറിയൊരു വരുമാനം രീതിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് മെച്ചപ്പെടുത്താലോ തോന്നിയിട്ടാകുമ്പോൾ അങ്ങനെ വിപുലീകരിക്കാൻ തുടങ്ങി. പിന്നെ ജർമ്മൻ ഷെപ്പേർഡിൽ തന്നെ ബ്ലാക്ക് ഒരു വെറൈറ്റിയാണ്. പിന്നെ ഡിമാൻഡും കുറച്ച് കൂടുതലായതുകൊണ്ട് പിന്നെ ബ്ലാക്കിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടാകുമ്പോൾ ബ്ലാക്ക് മാത്രമാക്കാൻ തുടങ്ങി. പിന്നെ ഫീമെയിൽ സൈഡ് കുറച്ചിട്ടാകുമ്പോൾ പിന്നെ മെയിൽ കൂടുതൽ വെച്ചിട്ട് ജെഡ് സർവീസ് പോലെ അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങി. ഡോഗിനപ്പോൾ റെഗുലറായിട്ടുള്ള ഒരു പരിപാലനമാണ് വേണ്ടത്. പിന്നെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് ഇവർക്ക് ഫുഡിൽ വേരിയേഷൻ വരും. ഇപ്പോൾ ചൂട് മാസത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ബോഡി ചൂടാണ്. പിന്നെ ഇവർക്ക് ബോഡി ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേർപ്പ് ഗ്രന്ഥികളോ അതും ഇല്ലാത്തതുകൊണ്ട് ആ ചൂട് മാസങ്ങളിൽ ഇവർക്ക് വർക്കൗട്ടും കുറവായിരിക്കും, ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ലെവലും കുറവായിരിക്കും. ബാക്കി ഈ തണുപ്പ് മാസം വരുന്ന സമയത്ത് വെച്ചാൽ വർക്കൗട്ട് കൂടുതൽ ചെയ്യിപ്പിക്കും. തന്നെ ഫീഡിങ്ങും കുറച്ച് കയറ്റിട്ടാകുമ്പോൾ ബോഡി ലോഡ് വരുത്തുന്ന സമയമാണ്. പിന്നെ ഈ തണുപ്പ് മാസത്തിലാണ് ഈ ഡോഗെല്ലാം ഒരു ഹീറ്റായിട്ട് ഈ ക്രോസിങ് ടൈമെല്ലാം വരിക. അന്നേരം ഇവർക്ക് അതിൻ്റെതായ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റഡ് ഇത് വെക്കുന്ന മെയിൽ ഡോഗിന് അതിൻ്റെതായ ഡയറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വർക്കൗട്ട് കാര്യങ്ങളെല്ലാം അങ്ങനെ റെഗുലറായിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. ചില സമയത്ത് വേറെ ഫുഡ്, ചില സമയത്ത് അങ്ങനെ ഫുഡിൽ വേരിയേഷൻ വരുമ്പോൾ ദഹനത്തിനും വേരിയേഷൻ വരും. അപ്പോൾ ഈ ഡോഗിന് മോഷനിലും വേരിയേഷൻ വരുമ്പോൾ ടൈമിങ്ങിൽ വ്യതിയാനം വരുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റെഗുലറായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് മുമ്പോട്ട് നല്ല വൃത്തിയിൽ കൊണ്ടുപോകാൻ പറ്റും. തൊഴിലായിട്ട് കൊണ്ടുനടക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീൽഡിലും വേണ്ടത് പബ്ലിസിറ്റിയാണ്. അപ്പോൾ നമ്മളെ ജെന്യുവനായിട്ട് ചെയ്ത് പോവുക. പിന്നെ ക്വാളിറ്റിയിലെ സാധനം കൈവിലുണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് നാലാൾ വർത്തമാനം പറഞ്ഞാൽ അറിയപ്പെടും. പിന്നെ അതന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡോഗ് ബ്രീഡെല്ലാം നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടും. ജർമ്മൻ ഷെപ്പേർഡ് വെച്ചാൽ മെയിൻ്റെനൻസ് കൂടുതലുള്ളൊരു ഡോഗാണ്. അതുതന്നെ എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് കമ്പാനിയനാണ്. അതുപോലെ തന്നെ ഗാർഡിങ് ഇവരെ നേച്ചറാണ്. എല്ലാ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗും ഗാർഡ് ചെയ്യും. പിന്നെ ഫാമിലി ആയിട്ട് മോസ്റ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു ഡോഗാണ് ജർമ്മൻ. അതുപോലെ തന്നെ നമ്മളെ ഓണറെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോഗാണ്. പിന്നെ IQ ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഡോഗ് എടുക്കും. അപ്പോൾ ഈ ട്രെയിനിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പമാണ്. ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ ഈ ബുദ്ധി വളർന്ന പ്രായത്തിൽ 2 മാസം മുതൽ അങ്ങോട്ടേക്കാണ് അവർക്ക് ട്രെയിനിങ് ചെയ്ത് തുടങ്ങും. 1 മാസം ഇത് പ്രസവം മുതൽ ഏകദേശം ഒരു 2 മാസം വരെ ഡോഗ് ഫീഡ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക ഒരു പ്രായമാണ്. ഭക്ഷണം കഴിച്ചപാട് ഉറങ്ങൽ. ആ ടൈമിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധി ഓർക്കാത്ത പ്രായം കൊണ്ടൊന്നും തലമ കയറില്ല. എൻ്റെ അടുത്ത് ഞാൻ കൂടുതലായിട്ട് സ്റ്റഡ് സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം എൻ്റെ അടുത്ത് ഒരു 5ഓളം ബ്രീഡ് ഉണ്ട്. ഞാൻ വീട്ടിലിപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്, അമേരിക്കൻ പുള്ളി മാത്രമാണ് വെക്കുന്നത്. മെയിനായിട്ട് ജർമ്മൻ ഷെപ്പേർഡ് തന്നെ വെറൈറ്റി ചെയ്യുന്നു. പിന്നെ എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ റോട്ട് വീലറിൻ്റെ ഒരു സ്റ്റഡ് മെയിലുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ റിട്രീവർ ഉണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ബാക്കിയിൽ ഏകദേശം ഒരുവിധ ബ്രീഡെല്ലാം ഉണ്ട്, ക്രോസ് ചെയ്യാൻ പറ്റിയ മെയിൽ ഡോഗെല്ലാം. പിന്നെ അതന്നെ ഞാൻ പറഞ്ഞ മെയിൽ ഡോഗിന് ക്രോസ് ചെയ്യുന്ന ഡോഗിന് അതിൻ്റെതായ ഫുഡ്, അതുപോലെ തന്നെ വർക്കൗട്ട് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യലും. എല്ലാ ഈ മെയിൽ ഡോഗൊന്നും ക്രോസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഭക്ഷണ രീതി, ലൈഫ് സ്റ്റൈല്, വർക്കൗട്ട് അതെല്ലാം കൊണ്ടുവരണം. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ബ്രീഡ് സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആ ഒരു ബ്രീഡിനെ വളർത്തിയിട്ട് കുറച്ച് ഫേമസ് ആയതും അതിനകത്ത് വിജയം കൈവരിച്ച ടീമിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാകുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ടേക്ക് പ്രവർത്തിച്ചു പോകുക തന്നെ. പിന്നെ ഡോഗ് സ്റ്റഡ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് വർക്കൗട്ട് നല്ല സ്റ്റാമിന സ്ട്രെങ്ത്തിൽ ഡോഗാണെങ്കിൽ പെട്ടെന്ന് മെയിറ്റ് ചെയ്യും. പിന്നെ ഡോഗ് നമ്മൾ ബ്രീഡിങ് പർപ്പസിന് വെക്കുന്ന ഡോഗാണെങ്കിലും മോസ്റ്റ്ലി അവരെ സോഷ്യലൈസ് ചെയ്യണം. കാരണം പുറത്തുനിന്ന് വേറെ ആളെല്ലാം വരുമ്പോൾ അവർ ഈ നല്ല അഗ്രസീവായ ഡോഗാണെങ്കിൽ ഇതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനോ ഇത് ചെയ്യിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല സോഷ്യലൈസ് ചെയ്ത ഡോഗിനെ മാത്രമേ പെട്ടെന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഡോഗെല്ലാം ഒരുവിധം ഫീമെയിൽ ഡോഗിൻ്റെ ഓണറെ വീട്ടിൽ പോയിട്ട് ട്രാവൽ ചെയ്ത് മെയിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡോഗാണല്ലോ. ഇത് തന്നെ 4 വയസ്സായ മെയിൽ ഡോഗാണ്. ഈ ഡോഗ് എൻ്റെ കൈമിൽ എത്തിയ പിന്നെ എനിക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളും പബ്ലിസിറ്റിയും കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ തന്നെ ഏകദേശം ഒരു 4ഓളം മെയിൽ ഡോഗിനെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവന് ഏകദേശം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 1000ഓളം കുട്ടികൾ ഇവൻ തന്നെ ഉണ്ട്.
അത് തെരുവ് നായി സംരക്ഷണത്തിൽ മെയിനായിട്ട് ഗവൺമെൻറ്റാണ് ഇടപെട്ടത് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ആൾ ബ്രീഡർമാർ ചെയ്തിട്ട് കാര്യമില്ല. ഗവൺമെൻറ് മുന്നിട്ട് ഇറങ്ങിയിട്ടാണ് അതിനെ ഈ മറ്റേ പേവിഷവാദത്തിൻ്റെ കുത്തിവെപ്പും പിന്നെ തന്നെ ഈ തെരുവ് നായ ശല്യം നിയന്ത്രിക്കേണ്ട മൊത്തത്തിൽ ഗവൺമെൻറ് തന്നെയാണ്. അതിൽ നമുക്ക് വലിയ റോഡ് കാര്യങ്ങളൊന്നുമില്ല. ഡോഗ് വെച്ച് കഴിഞ്ഞാൽ അതന്നെ ബെസ്റ്റ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് ഇവരിപ്പോൾ സമയം ചിലവഴിക്കുമ്പോൾ. പിന്നെ ഈ പെറ്റിങ് എല്ലാം ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ ഡോപ്പമീൻ ലെവലെല്ലാം കൂടുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോണെല്ലാം കുറച്ച് കൈയായിരിക്കും, ടെൻഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ തന്നെ നമ്മളോട് ഭയങ്കര പ്രതിബദ്ധത ആയിരിക്കും. നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് തിരിച്ചതുപോലെ സ്നേഹം ഔട്ട്പുട്ടായിട്ട് എടുക്കുന്ന വരും.